Second year MBBS is no joke, but trust me, it was one of the best years so far. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ ഞാൻ പറയാം, എൻ്റെ പേര് അഫ്ര മുജിബ്, തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ. പെട്ടെന്ന് ദിവസം പോകുന്നത്, എത്ര പെട്ടെന്ന് വർഷങ്ങൾ പോകുന്നത്. 2 വർഷം യൂട്യൂബ് തുടങ്ങിയിട്ട് 2 വർഷം ഞാൻ MBBS ജോയിൻ ചെയ്തിട്ട് 2 years കഴിഞ്ഞു. ഇനിയിപ്പോൾ തേർഡ് ഇയർ തുടങ്ങുകയാണ് ഞാൻ. പക്ഷേ അത് കഴിയാനായിട്ടില്ല കേട്ടോ. MBBS ഇനിയും 3.5 വർഷമുണ്ട്. നമുക്ക് തേർഡ് ഇയർ ഉണ്ട്, ഫോർത്ത് ഇയർ 1.5 years ഉണ്ട്, പിന്നെ 1 വർഷം ഇന്റേൺഷിപ്പ് ഉണ്ട്. അപ്പം സമയം ഇനിയും കിടക്കുന്നുണ്ട് കോഴ്സ് കഴിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് കുറേ ടൈം കഴിഞ്ഞ പോലെ. ഈ ഒരു വീഡിയോ എൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ വിശേഷങ്ങൾ പറയാനായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതാണല്ലോ എക്സാമിൻ്റെ സമയത്തൊക്കെ. അപ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാൻ ടൈം കിട്ടിയില്ല. അപ്പം ഈ വീഡിയോ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. കുറേ കാര്യങ്ങൾ പഠിച്ച ഒരു വർഷമാണ് സെക്കൻഡ് ഇയർ. അക്കാഡമിക്കലി മാത്രമല്ല, ജീവിതത്തിലും കുറേ കാര്യങ്ങൾ പഠിച്ച വർഷം. മീൻസ് ഞാൻ കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്തൊരു വർഷമാണ് സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ബേസിക്കലി അനാറ്റമി, ബയോകെമിസ്ട്രി, ഫിസിയോളജി എന്നുള്ള ചാപ്റ്റേഴ്സ് ആവുന്ന സമയത്ത് ഈ 3 സബ്ജക്റ്റിലും നമ്മൾ വെറും ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടാണ് കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഡിസെക്ഷൻ ഹാളും ബയോകെമിസ്ട്രി ലാബുമാണ് എക്സ്പോഷർ ആയിട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷേ സെക്കൻഡ് ഇയറിൽ കയറി കഴിഞ്ഞപ്പം ക്ലിനിക്സിലേക്ക് കയറി. നമ്മൾ എന്തുകൊണ്ടാണോ പണ്ട് ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടുവന്നത്, അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് സെക്കൻഡ് ഇയറിലാണ്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് മുതൽ എനിക്കൊരു റോളർ കോസ്റ്റർ പോലെയായിരുന്നു എൻ്റെ ലൈഫ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് January 15th 2024 Jan 15 ഞങ്ങൾ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഫിസിക്കലി അധികം ഫിറ്റ് അല്ല, സ്പോർട്സിൽ എനിക്ക് തീരെ കഴിവില്ല. പക്ഷേ എനിക്കൊരാഗ്രഹം, കോളേജിൽ കയറി കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത്. ഞാനെന്ത് ഹാൻഡ്ബോൾ ക്യാമ്പിന് പേര് കൊടുത്ത് ജോയിൻ ചെയ്തു. ഹാൻഡ്ബോൾ ക്യാമ്പിന് പോയി. 3ാമത്തെ ദിവസം, വെറും 3 ദിവസമായിട്ടുള്ളൂ കേട്ടോ, ഹാൻഡ്ബോൾ ക്യാമ്പിന് ചേർന്ന് 3ാമത്തെ ദിവസം ബോൾ പെറുക്കുന്നതിനിടയിൽ, മീൻസ് ബോൾ നമുക്ക് ഇങ്ങനെ ട്രെയിനിങ് പോലെ ഇട്ട് തരും കോച്ചിങ്ങിൻ്റെ സമയത്ത്. അപ്പം അത് പെറുക്കാൻ വേണ്ടി ഞാൻ പോയ സമയത്ത് ഞാൻ ഉരുണ്ട് മറിഞ്ഞു വീണ് എൻ്റെ കാല്, ആ സമയത്ത് ഞാൻ ലിഗമെന്റ് ഇഞ്ചുറി ആണെന്ന് വെച്ചാൽ കാലിന് നീ ഇഞ്ചുറി ആണെന്ന് വിചാരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാഷ്വാലിറ്റി പിന്നെ ഇവിടെ അടുത്താണല്ലോ. ഫസ്റ്റ് ടൈം ജലദോഷം പനിയൊക്കെ കാണിക്കാൻ കാഷ്വാലിറ്റി പോയിട്ടുണ്ടെങ്കിലും ഈ എക്സ്റേ എടുക്കാനും ഇതൊക്കെ നമ്മൾ ഇഞ്ചക്ഷൻ കുത്താനൊക്കെ ആദ്യമായിട്ടാണ് കാഷ്വാലിറ്റി പോകുന്ന സമയം ഉണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ അവിടെ കയറിയത്. അപ്പോൾ ഇത്രയും കാലം മെഡിക്കൽ കോളേജിൽ ഇതുവരെ കാഷ്വാലിറ്റി ഞാൻ വന്നിട്ടില്ല. ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഫസ്റ്റ് ടൈം അഡ്മിറ്റ് ആവുന്നത്. ഇനി അഡ്മിറ്റ് ആവാതിരിക്കട്ടെ, അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ കാഷ്വാലിറ്റിയിൽ പോയി, എന്നെ കൊണ്ടുപോയി അവിടെ നിന്നൊക്കെ ഇതാക്കിയതുണ്ട്. എക്സ്റേ എടുത്തപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഫ്രാക്ചർ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ നല്ല ഹെമറ്റോമ ഉണ്ടായിരുന്നു, മീൻസ് അവിടെ നല്ല തടിച്ചിട്ട് ഇൻഫ്ലമേഷൻ പോലെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് പ്ലാസ്റ്റർ ഇട്ടു, ഇവിടെ നിന്ന് അങ്ങോട്ട് പ്ലാസ്റ്റർ ഇട്ടു. ഐ വാസ് വാട്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെ അന്ന് രാത്രി വീട്ടിൽ കൊണ്ടുപോയി. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒരാഴ്ചനോട് കഴിയുന്നല്ലേ, പക്ഷെ അല്ല, ഒരാഴ്ച കഴിഞ്ഞു. വീണ്ടും വന്ന് നോക്കിയ ടൈമിൽ എന്ത് ബ്രേസസ് ഇടാൻ പറഞ്ഞു. നീ ബ്രേസസ് ഇട്ടേ നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നീ ബ്രേസസ് ഇട്ടു. എനിക്ക് നടക്കാൻ കൂടി പറ്റുന്നുണ്ടായില്ല. 2 ആഴ്ച ഞാൻ ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞു. ആ സമയത്തൊന്നും ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായില്ല. പക്ഷെ ഒരു ആഴ്ച ഞാൻ ഫുള്ളി റെസ്റ്റ് എടുക്കുമ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായില്ല. നെക്സ്റ്റ് ആഴ്ച ആകുമ്പോഴേക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് പോസ്റ്റിംഗ് ആണ്, മെഡിസിൻ പോസ്റ്റിംഗ്. പോകാൻ പറ്റില്ല, ഞാൻ വീട്ടിൽ തന്നെ കിടന്നു. പിന്നെ ഞാൻ MRI എടുത്ത് കോളേജിൽ വന്നതിന് ശേഷം ഞാൻ ക്ലാസ്സിന് പോകാൻ തുടങ്ങി ഒരാഴ്ച. അതിനുശേഷമാണ് ഞാൻ MRI എടുത്ത്. ഞാനിങ്ങനെ ഞൊണ്ടി ആയിട്ട് പോവുക ക്ലാസ്സിനൊക്കെ, മെഡിസിൻ പോസ്റ്റിംഗൊക്കെ അങ്ങനെ പോവുക. എനിക്ക് 2 ആഴ്ച ക്ലാസ് മിസ്സായിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച എന്ന് പറയാൻ പറ്റില്ല, ഒരു 11 days എനിക്ക് ക്ലാസ് മിസ്സായിട്ടുണ്ടായിരുന്നു. ക്ലാസ് മിസ്സായി, പോസ്റ്റിംഗ് മിസ്സായി. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഞൊണ്ടി ക്ലാസ്സിലൊക്കെ പോവും. അത് ഞാൻ MRI എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. MRI എടുത്ത സമയത്താണ് മനസ്സിലായത് എൻ്റെ ഫ്രാക്ചറാണ് പോലും ടിബിയയിൽ. അത്രയും നേരം ലിഗ്മെന്റ് ഇഞ്ചറി ആണെന്ന് വെച്ചിട്ട് ഫ്രാക്ചർ ആണെങ്കിൽ ഹീലാവാൻ കുറച്ചും കൂടെ ടൈം വേണം, റെസ്റ്റ് എടുക്കണം. അപ്പോൾ MRI എടുക്കാൻ പോയ സ്ഥലത്തുണ്ട് MRI താള് ചോദിക്കുന്നത് എനിക്കിത് ഫ്രാക്ചർ ചെയ്ത് നടന്നുകൊണ്ട് വരുന്നതെന്ന്. പക്ഷെ എൻ്റെ ഒരു ഇതിൽ ഫ്രാക്ചർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡ് ഞാൻ അങ്ങനെ സെറ്റാക്കിയിട്ട് ഞാൻ ഓൾറെഡി നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി, നമ്മളൊരു ആ മൈൻഡിൽ നമ്മൾ വിചാരിച്ചിട്ട് നമുക്ക് പ്രശ്നമില്ലാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നടന്നു തുടങ്ങുന്നുള്ളത്. അതാണ് എൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്. തുടക്കം തന്നെ അങ്ങനെയായിരുന്നു. സെക്കൻഡ് ഇയർ സ്റ്റാർട്ടിങ് 2 ആഴ്ച ലീവ് എടുക്കേണ്ടി വന്നു, മെഡിക്കൽ ലീവായി. പിന്നെ എനിക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയാലും എന്നോട് പറയും ലീവ് എടുക്കരുത്, ഇനിയൊരു ലീവ് പോലും എടുക്കരുത്, അറ്റൻഡൻസ് ഷോർട്ട് ആവും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പറ്റാവുന്ന തിയറി ക്ലാസ്സും കയറിയിട്ടുണ്ട്. ബാക്കി പ്രോക്സി വിളിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഞാനിവിടെ പറയുന്നില്ല. എന്നാലും കുറേ തിയറി ക്ലാസ്സിൽ ഞാൻ കയറിയിട്ടുണ്ട്. പോസ്റ്റിംഗ് ഒന്നും കട്ടാക്കാനും പറ്റില്ല, മെഡിസിൻ പോസ്റ്റിംഗ് ഒന്നും ഞാൻ കട്ടാക്കിയിട്ടില്ല. ബാക്കിയുള്ള പോസ്റ്റിങ്സൊക്കെ കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ. അത് പിന്നെ നമുക്ക് ലീവ് എടുക്കാമല്ലോ, ഷോർട്ടേജ് ആവാതെ നോക്കിയിട്ട് ലീവ് എടുക്കാമല്ലോ അല്ലേ. അങ്ങനെയായിരുന്നു സെക്കൻഡ് ഇയറിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് പോസ്റ്റിംഗ് എനിക്ക് മെഡിസിൻ ആയിരുന്നു. മെഡിസിനിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ പലതരം അസുഖം കാണും. ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിചാരിക്കുന്ന അസുഖമായിരിക്കില്ല ശരിക്കും അതിൻ്റെ ഡയഗ്നോസിസ് ഉണ്ടാവുക. അപ്പം അവിടെ കയറി
പിന്നെ ഇല്ലേ എത്രയും കാലം നമ്മൾ ലാബിലും ഡിസെക്ഷൻ ഹാളിലും മാത്രം ജീവിച്ച ആൾക്കാരായിരുന്നു. പോസ്റ്റിങ്ങിന് കയറിയപ്പോഴാണ് മനസ്സിലായത് പേഷ്യൻസിനും ബൈസ്റ്റാൻഡേഴ്സിനും മുന്നിൽ നമ്മൾ നാണം കെടും. അവിടെ വന്നിട്ട് നമ്മളെ പ്രൊഫസർമാർ പല കാര്യങ്ങളും ചോദിക്കും, പാൽപേറ്റ് ചെയ്യാൻ പറയും, ഓസ്കൾട്ടേറ്റ് ചെയ്യാൻ പറയും. ആ സമയത്ത് ഓസ്കൾട്ടേറ്റ് പറഞ്ഞാൽ നമ്മൾ സ്റ്റെത്ത് വെച്ച് നോക്കാനിട്ടാ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടോ ഇല്ലേ, കിട്ടുന്നുണ്ടോ ഇല്ലേ, പോസിറ്റീവാണ് നെഗറ്റീവ് ആണ്, ഫുൾ ഡൗട്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചില യൂണിറ്റിൽ നമ്മൾ പ്രൊഫസർമാരൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പേടി ആ യൂണിറ്റിലാവാൻ വേണ്ടിയിട്ട്. പേഴ്സണലി എൻ്റെ സർജറി ഈ CMC-യിലുള്ളവർക്കൊക്കെ മനസ്സിലാവും, ഞാൻ സർജറി ലെസ്റ്റ് യൂണിറ്റ് ചെയ്യുന്നു, അപ്പം കുറച്ച് മനസ്സിലാവുമല്ലോ അല്ലേ. അങ്ങനെ അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം മെഡിസിൻ പോസ്റ്റിങ്ങിൽ കയറിയ സമയത്ത് ശരിക്കും മെഡിസിൻ വാർഡിലൂടെ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജും ആവാം, അത്രക്കും പേഷ്യൻ്റ് എക്സ്പോഷറും പേഷ്യൻസും ഉണ്ടാവാം. ഈ പേഷ്യൻസിൻ്റെ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സും ഈവൻ കുറേ പേഷ്യൻസും ബെഡില്ലാഞ്ഞിട്ട് വരാന്തയിലൊക്കെ കിടക്കാം. നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ, പണ്ടത്തെ പോലെ എന്തായാലും അപ്പോൾ കുറച്ച് വൃത്തിയിലൊക്കെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ട് നടക്കുന്നത്. പക്ഷെ ബൈസ്റ്റാൻഡേഴ്സും പേഷ്യൻസൊക്കെ വരാന്തയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ നടന്നു പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ വിചാരിച്ചു, എത്ര ബ്ലെസ്ഡ് ആണ് ഞാൻ എന്നുള്ളത്. കാരണം ഇതുവരെ ലൈക്ക് പറയാൻ പറ്റില്ല കേട്ടോ, ഇനിയുള്ള കാലത്ത് എങ്ങനെയാണെന്ന് അറിയില്ല, ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു വരാന്തയിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഞാൻ അത്രയ്ക്ക് ബ്ലെസ്ഡ് ആണെന്നുള്ളത് ശരിക്കും നമുക്ക് മനസ്സിലായത് ഈ സെക്കൻഡ് ഇയറിൽ കയറിയതിന് ശേഷം. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും അതിൽ നിന്ന് പഠിക്കുമ്പോഴാണ് മനസ്സിലായത്. കുറേ കേസസ് കാണാൻ പറ്റി. പിന്നെ നമ്മൾ തേർഡ് സെം പറഞ്ഞാൽ സെക്കൻഡിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ തേർഡ് സെം എന്നാണ് നമ്മൾ പറയാം. അധികം ഡീപ്പായിട്ടൊന്നും പഠിക്കാനില്ല, കുറച്ചേ പഠിക്കാനുള്ളൂ. പിന്നെ MBBS കയറിയാൽ ഈ ഡെയിലി പഠിത്തമൊന്നും ഇല്ലല്ലോ. ഫസ്റ്റ് ഇയറും ഇല്ല സെക്കൻഡ് ഇയറും ഇല്ല, ഡെയിലി പഠിക്കുന്ന പരിപാടിയില്ല. നമ്മൾ നീറ്റിന് പഠിക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ ഇത്. ഇവിടെ പഠിത്തം എക്സാം ആകുമ്പോൾ മാത്രം ശരിക്ക്. അപ്പം അവിടെ നമുക്ക് പോസ്റ്റിംഗ് കയറിയിട്ട് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അറിയില്ല സർ, അറിയില്ല എന്ന് പറയേണ്ട അവസ്ഥ. അങ്ങനെ കുറേ നാണം കേട്ടിട്ടുണ്ട്. അതൊക്കെ സെക്കൻഡ് ഇയർ സ്റ്റാർട്ടിങ്ങിലാണ്. പിന്നെ അങ്ങോട്ട് ശീലമായി ശരിക്ക്. മെഡിസിൻ പോസ്റ്റിംഗ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിറ്റി മെഡിസിൻ ആയിരുന്നു. കമ്മ്യൂണിറ്റി മെഡിസിൻ ആവുന്ന സമയത്ത് നമുക്ക് നോമ്പൊക്കെ ആയിരുന്നു, ഭയങ്കര ചൂടും വെയിലും. മാർച്ച് ഏപ്രിൽ സമയത്തായിരുന്നു കമ്മ്യൂണിറ്റി മെഡിസിൻ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത്. അത് ഭയങ്കര വെയിലായിരുന്നു. പക്ഷെ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത് ആ റൂമിൽ AC ആയതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു ഇരിക്കാൻ. അവിടെ നമ്മൾ കുറേ കൊതുവിന് പിടിക്കാൻ പോവുക, കൊതുവിൻ്റെ എണ്ണ എടുക്കാൻ പോവുക. പിന്നെ FAP മീൻസ് ഫാമിലി അഡോപ്ഷൻ പ്രോഗ്രാം പോലെ വീട്ടിൽ പോയിട്ട് അവരെ ലിസ്റ്റുകൾ എടുക്കുക, മീൻസ് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുക. എന്നിട്ട് അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കുക. പിന്നെ ഹെൽത്ത് ക്യാമ്പ്, അങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു കമ്മ്യൂണിറ്റി മെഡിസിൻ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പീഡിയാട്രിക്സ് ലൈക്ക് പൊതുവേ എനിക്ക് മക്കളായിട്ട് കുട്ടികളായിട്ട് വലിയായിട്ട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പക്ഷെ അവരെ കൊണ്ടെടുക്കാൻ അവരുടെ ഡയഗ്നോസിനൊക്കെ ഭയങ്കര പണിയാണ്. ഇപ്പോൾ പീഡിയാട്രിക്സ് പോസ്റ്റിങ്ങിന് കയറിയപ്പോൾ ഈ കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് കരയുന്നത് നമുക്കറിയില്ലല്ലോ. വലിയ ആളോട് നമുക്ക് ചോദിക്കാം എന്തിനാണ് കരയുന്നത്, എന്താണ് വേദന ആവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. കുട്ടികളാകുമ്പോൾ അത് പറ്റില്ലല്ലോ. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പീഡിയാട്രിക്സിലും എടുത്ത് പറയേണ്ടത് എൻ്റെ ഡോക്ടർ മോഹൻദാസ് സർ സൂപ്പർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സാറെ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണെങ്കിലും മീൻസ് സാർ ഇൻട്രാക്ട് ചെയ്തിട്ട് എപ്പോഴും ക്ലാസ് എടുക്കാം. എനിക്ക് പ്രത്യേകം പറയണമെന്നുണ്ട്. സാർ ഈ വീഡിയോ കാണുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു സാറ് ക്ലാസ്സസ് ആണെങ്കിലും. സാർ എപ്പോഴും നമ്മളൊരു ഫീഡ്ബാക്ക് എടുക്കാൻ നോക്കും, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരണം അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് തന്നെ സാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു പീഡിയാട്രിക്സ് പോസ്റ്റിംഗ്. അപ്പം അന്നേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ കുട്ടികളായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ പറയാൻ പറ്റില്ല, നമ്മുടെ ഫെയ്റ്റ് എവിടെ കിടക്കുന്നതെന്ന് അറിയില്ല. എനിക്ക് എപ്പോഴും ഇഷ്ടമല്ല എന്ന് പറയുന്നതാണ് OBGയും പീഡിയാട്രിക്സും. പക്ഷേ മിക്കവാറും എത്തിപ്പെടൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ഇഷ്ടമല്ല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ചാൻസ് കൂടുതൽ. അങ്ങനെയായിരുന്നു എൻ്റെ ആ പീഡിയാട്രിക്സ് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത്.